നമസ്കാരം. ഇന്ത്യ vs ഓസ്ട്രേലിയ സെക്കൻഡ് ഓഡിയുടെ ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ റിവ്യൂ ആണ്. ഗംഭീറിൻ്റെ വിശ്വാസം കാത്തു രക്ഷിച്ചുകൊണ്ട് ഇന്ന് ഹർഷിത് റാണ 24 റൺസ് അടിച്ചുകൊണ്ട് 18 ബോളിൽ എന്തുകൊണ്ട് ഹർഷിത് റാണെ കളിപ്പിക്കുന്നു എന്നുള്ളതൊരു ഉത്തരം കൂടിയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ഡീസൻ്റ് ആയിട്ടുള്ളൊരു 264 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തി. അതിനകത്ത് രോഹിത് ശർമ്മയുടെ 73 റൺസ് 97 ബോളിൽ വാസ് എ വാല്യുബിൾ കോൺട്രിബ്യൂഷൻ. ആ ഒരു ഫോമിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഗ്ലിംസൊക്കെ ഇന്ന് രോഹിത് ശർമ്മ തീർച്ചയായിട്ടും കാണിച്ചു. അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്ക് ഡക്കാവേണ്ടി വന്നു നിർഭാഗ്യവശാൽ. പക്ഷേ ഇനിയും അവസരങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും. കാരണം ഇന്ന് ആ വാല്യുബിൾ ഇന്നിങ്സ് രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ആ ഒരു എക്സ്പീരിയൻസ് എന്തുമാത്രം വാല്യുബിൾ ആണെന്നുള്ളത്. ആൻഡ് ശ്രേയസ് അയ്യർ ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചു, 61 റൺസ് അടിച്ചു. അതുപോലെ തന്നെ അക്സർ പട്ടേൽ 44 റൺസ് അടിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ കെ എൽ രാഹുലിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. കെ എൽ രാഹുൽ എന്തുകൊണ്ട് അക്സർ പട്ടേലിന് മുകളിൽ വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ, ഒരു ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആയിട്ടുള്ള കെ എൽ രാഹുൽ അക്സർ പട്ടേലിന് താഴെ വരുന്നത് എനിക്ക് എത്ര ആലോചന മനസ്സിലാവുന്നില്ല. അക്സർ പട്ടേൽ ക്വാളിറ്റി ബാറ്റ്സ്മാൻ തന്നെയാണ്, പക്ഷേ കെ എൽ രാഹുലിന് മുകളിലാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമ്മുടെ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരായിരിക്കണം ടോപ്പ് ഓർഡറിലേക്ക് വരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വാഷിംഗ്ടൺ സുന്ദറിന് ഇന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് കുൽദീപ് യാദവ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോകുന്നു. കാരണം ആദം സാംബ ബോൾ ചെയ്ത് നമ്മൾ കണ്ടു, എന്ത് അടിപൊളിയായിട്ട് ആദം സാംബ ബോൾ ചെയ്ത്. അപ്പോൾ കുൽദീപ് യാദവ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചേനെ മിഡിൽ ഓവേഴ്സിൽ. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 20 ഓവർ അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് നിതീഷ് കുമാർ റെഡ്ഡി ബോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് 10 ഓവർ അക്സർ പട്ടേൽ കണിഷ്ഠതയോടെ ബോൾ ചെയ്താലേ ഇന്ത്യക്ക് വിജയ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടെ ഒരു 10 ഓവർ കൃത്യതയോടെ എറിയേണ്ടി വരും. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഹേസൽവുഡ് ഇന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. ഇത്ര അടിപൊളിയായിട്ട് ബോൾ ചെയ്തിട്ട് വിക്കറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയുടെ ബാറ്റ്സ്മാരെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു. 10 ഓവർ എറിഞ്ഞിട്ട് 29 റൺസ് എന്തോ കൊടുത്തിട്ടുള്ളൂ. സൂപ്പറായിട്ട് ബോൾ ചെയ്തു. അതുപോലെ തന്നെ മിച്ചൽ സാർക്കും നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. രോഹിത് ശർമ്മ ഇങ്ങനെ കത്തിക്കയറി വന്നപ്പോഴത്തേക്ക് വിക്കറ്റ് എടുത്ത് ക്രൂഷ്യൽ ബ്രേക്ക് കൊടുക്കാനായിട്ട് മിച്ചൽ സ്റ്റാർക്കിന് പറ്റി. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഈ ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ചേസബിൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും കാണിക്കണം. ഫീൽഡിൽ അത്ര കണിശമായിരിക്കണം, ബോളേഴ്സ് അത്ര കൃത്യമായിരിക്കണം. പ്രത്യേകിച്ചും ഇന്ത്യക്ക് ഒരു 4 പേസ് ബോളറില്ല, ഇന്ത്യക്ക് കുൽദീപ് യാദവ് ഇല്ല. എന്തായാലും കഴിഞ്ഞ ഒരു ഓഡിയോ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഹർഷിത് റാണയുടെ പെർഫോമൻസ് എടുത്ത് പറയണം. ആ 24 റൺസിൻ്റെ വാല്യുബിളാണ് തന്നെയാണ് ആ 24 റൺസ്. സോ എന്നെ സംബന്ധിച്ച് വെറി ചെയ്യിക്കുന്ന ഒരേ ഒരു കാര്യം കുൽദീപ് യാദവ് ഇല്ലാന്നുണ്ടെങ്കിൽ 4 പേസ് ബോളറിനെ കളിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഒരുപാട് ബോളേഴ്സ് ബോൾ ചെയ്തു. അതിനകത്ത് മിച്ചൽ സാർക്ക്, ഹേസൽവുഡ്, അതുപോലെ തന്നെ ബ്രാത്ത്ലെറ്റ് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ആ ഇനിഷ്യലി കിട്ടിയ 2 ബ്രേക്ക് ത്രൂ ഉണ്ടല്ലോ, വിരാട് കോഹ്ലിയുടെയും ശുഭ്മൻ ഗില്ലിൻ്റെയും വിക്കറ്റ്, അതാണ് ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു അടിയായിട്ട് മാറിയത്. പക്ഷേ രോഹിത് ശർമ്മ ആ ഒരു സിറ്റുവേഷൻ, രോഹിത് ശർമ്മ ആൻഡ് ശ്രേയസ് അയ്യറും കൂടെ ബിൽഡ് ചെയ്ത 100 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ്, ഇറ്റ് വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രോഹിത് ശർമ്മയുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലിയുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് കാണിക്കുന്ന ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. അതിന് താഴേക്ക് നമുക്കറിയാം ആ ഒരു ഇന്നിങ്സിൻ്റെ ആ ഒരു അതിൻ്റെ ബേസ്മെൻ്റ് ബലത്തിലാണ് ഇന്ത്യ ഇത്രയെങ്കിലും എത്തിയത്. സോ വിരാട് കോഹ്ലിക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നെക്സ്റ്റ് മാച്ചിൽ ഇനി അവസരങ്ങൾ സൗത്ത് ആഫ്രിക്ക അതുപോലെ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസിലെല്ലാം അവസരം കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചും കൂടെ മാച്ച് പ്രാക്ടീസ് ഇവർക്ക് 2 പേർക്കും ആവശ്യമായിട്ടുണ്ട്. ഡൊമസ്റ്റിക് കളിക്കണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കളിച്ചിട്ട് തന്നെ വരണം. മാച്ച് പ്രാക്ടീസിൻ്റെ അഭാവം നല്ല രീതിയിൽ പ്രത്യേകിച്ചും വിരാട് കോഹ്ലിക്ക് അത് വിസിബിളായിട്ടുണ്ടായിരുന്നു. എത്ര പ്രാക്ടീസ് ചെയ്താലും എത്ര ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഈ 2 ഇന്നിങ്സ് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ്, ഇന്നത്തെ ആ ഒരു LBW വിക്കറ്റും കൂടെ കാണുമ്പോഴത്തേക്ക് അത് വ്യക്തമാവണം. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സ് ബോളിംഗ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.